ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നറിയോ? ഇന്ന് അച്ചുചേട്ടൻ്റെ ഫ്രണ്ട് ശ്രീദത്ത് ചേട്ടൻ്റെ പൂണൂല് കല്യാണത്തിന് പോവാ. ദത്താത്രേയ അമ്പലത്തിൻ്റെ ഹോളിലായിരുന്നു കേട്ടോ പരിപാടി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പൂണൂല് കല്യാണത്തിന് പങ്കെടുക്കണേ. ഞങ്ങൾ ഹോളിലെത്തിയപ്പോൾ ചടങ്ങുകളൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. ശ്രീദത്ത് ചേട്ടൻ്റെ അമ്മ ശ്രീദത്ത് ചേട്ടനെ മടിയിലിരുത്തി ചോറ് കൊടുക്കുന്നതാണ് കേട്ടോ ചടങ്ങ്. പിന്നെ ആ ചേട്ടൻ്റെ ചേച്ചിയൊക്കെ മധുരം കൊടുത്തു കേട്ടോ, എല്ലാരും കൊടുത്തു. പിന്നെ താലമൊക്കെ എടുത്ത് പുറത്തുപോയി ഹോളിലോട്ട് കയറ്റണ ചടങ്ങായിരുന്നേ. ശ്രീദത്ത് ചേട്ടനെ തോളിലിരുത്തിയിട്ടാണ് കേട്ടോ ഹോളിലോട്ട് കയറ്റിയേ. പിന്നെ കുറെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ അതൊക്കെ കണ്ടിരുന്നു. ചടങ്ങുകളൊക്കെ കണ്ട് കുറെ നേരം അങ്ങനെ ഇരുന്നു. എന്നിട്ട് ദാഹിച്ചപ്പോ ഞങ്ങള് പുറത്തുപോയി സ്ക്വാഷൊക്കെ കുടിച്ചു. അപ്പൊ ദേ നിക്കണ അച്ചു ചേട്ടന്റെ വേറെ ഫ്രണ്ട് അർജുൻ ചേട്ടൻ. അർജുൻ ചേട്ടനെയൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയേ. വലിയ തൂശനിലയിൽ ഒരുപാട് കറികളും സാമ്പാറും പപ്പടവും പഴവും ഉണ്ടായിരുന്നു. സദ്യ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ, കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പായസം വന്ന് അടപ്രഥമനായിരുന്നു, അത് പപ്പടം കൂട്ടി അങ്ങ് കുഴച്ച് കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സ്വീറ്റ് ആയിട്ട് ബസലുണ്ട കിട്ടി. ഭക്ഷണം കഴിച്ചിട്ട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൽ കയറി. ശ്രീദത്ത് ചേട്ടന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ. അപ്പോഴാണ് ആൻറ്റി പറഞ്ഞ ചടങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല, പിന്നെ പോവാന്ന്. അതേതായാലും നന്നായി, ഇനിയുള്ള ചടങ്ങുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ശ്രീദത്ത് ചേട്ടൻ കാശിക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കും. ഓലക്കുടയും പിടിച്ച് മെതിയതി ഇട്ടിട്ടാണ് കേട്ടോ, കയ്യിലൊരു ബാണ്ടൊക്കെ ഇട്ടുകൊണ്ട്. പോണ വഴിക്ക് എല്ലാരും ഭിക്ഷ പോലെ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാണ്ടക്കെട്ടില്. അച്ചുചേട്ടന് ഇട്ട് കൊടുത്തു കേട്ടോ, എള്ളുണ്ടയായിട്ടത്.
കാശിക്ക് പോയ ശ്രീദത്ത് ചേട്ടന്റെ അമ്മാവൻ തിരിച്ചു വിളിക്കുന്നതാണ് കേട്ടോ അടുത്തത്. ഇതാട്ടോ അമ്മാവൻ. ഈ ചടങ്ങൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒടുവില് മാലയൊക്കെ ഇട്ട് കൊട്ടും മേളയായിട്ട് കുതിരപ്പുറത്ത് കയറ്റുന്നതാണ് കേട്ടോ. തിരിച്ചെട്ടാൻ പോയ അമ്മാവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. ഈ ചടങ്ങിൽ കൂടുതലും അമ്മാവനായിരുന്നു കേട്ടോ പ്രധാനം. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് ശ്രീദത്ത് ചേട്ടനെ ഹോളിലോട്ട് ഏറ്റിരുത്തി. ഒത്തിരി നേരം ഉണ്ടായിരുന്നു കേട്ടോ ചടങ്ങൊക്കെ. പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചടങ്ങ് കൂടുന്നതെന്ന്. അതുകൊണ്ടെല്ലാം ഞങ്ങൾ ഇൻട്രസ്റ്റോടുകൂടി കണ്ടു കേട്ടോ. ഒടുവിൽ ശ്രീദത്ത് ചേട്ടൻ്റെ ഒക്കെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് മടങ്ങി. അപ്പം ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.